യാത്രയിൽ തടസ്സങ്ങളുണ്ടായി അല്ലേ? അമ്മ പറഞ്ഞതുപോലെ പൗർണമി രാത്രിയിൽ സുന്ദരേശ്വര വിഗ്രഹം വഹിച്ചുള്ള പ്രദക്ഷിണത്തിൽ പങ്കെടുക്കാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. മാത്രമല്ല, ചില തടസ്സങ്ങൾ നേരിട്ടുകൊണ്ട് മധുരയിൽ എത്താൻ പോലും പറ്റിയില്ല. പൗർണമി കഴിഞ്ഞു പോയതുകൊണ്ട് ഞങ്ങൾ തിരിച്ചും പോന്നു. അടുത്ത പൗർണമിക്ക് ഇനി 1 മാസം കാത്തിരിക്കണം. എന്നാ പിന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അത് കഴിഞ്ഞ് തീരുമാനിക്കാം, അല്ലേ അമ്മേ? അതൊന്നും മാറ്റിവെക്കണ്ട. അഖിലയുടെ വിവാഹാലോചന മുന്നോട്ട് പോട്ടെ. ചില തടസ്സങ്ങൾ ഞാൻ കാണുന്നുണ്ട്. പക്ഷേ അതിനെ അതിജീവിക്കാൻ മധുരമീനാക്ഷിയോട് തന്നെ പ്രാർത്ഥിച്ചാൽ മതി. ദേവിയുടെ ചിത്രം കൊണ്ടുവരൂ. ശരി അമ്മേ. ശുഭസ്യ ശീഘ്രം എന്നല്ലേ? നല്ല കാര്യങ്ങൾ നമ്മളായി വെച്ച് വൈകിപ്പിക്കണ്ട. കുടുംബത്തിലെ ആ മംഗളകർമ്മങ്ങൾ നടക്കുന്നതിന് മുൻപ് മുടങ്ങിപ്പോയ വഴിപാടുകൾ പൂർത്തിയാക്കണം എന്നേ ഉള്ളൂ. മധുരമീനാക്ഷിയുടെ ഈ ചിത്രം നിത്യവും പൂജാമുറിയിൽ വെച്ച് പൂജിക്കണം. ലളിതാ സഹസ്രനാമം ജപിക്കുകയും വേണം. ചെയ്യാം സ്വാമിനിയമ്മേ. ഇനി കല്യാണം ആലോചിക്കുന്നതിന് സമയം നോക്കണോ? നിങ്ങളായി ഒരു ശ്രമവും നടത്തണ്ട. മധുരമീനാക്ഷിയെ പ്രാർത്ഥിച്ചാൽ മാത്രം മതി. നടക്കേണ്ടത് അമ്മ നടത്തും. ശരിയമ്മേ, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. മധുരമീനാക്ഷിയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാവും. എല്ലാരും ഒന്ന് ഓടി വരണേ. അവരെത്തി, ഓടി വാ. എന്താ ചേട്ടത്തി ഇത്ര വലിയ ബഹളം? നിങ്ങളുടെ ചേട്ടനും ചേട്ടത്തിയും വന്നിരിക്കുന്നു. അവരെ നമ്മൾക്ക് ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കണ്ടേ? ആരതി ഒഴിഞ്ഞോ? അതെന്തിനാ? നിങ്ങളുടെ ചേട്ടനും ചേട്ടത്തിയും ഒരു യാത്ര കഴിഞ്ഞ് വരികയല്ലേ. അപ്പൊ പിന്നെ അവരെ ഇങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെ സ്വീകരിക്ക? അപ്പോ മഹേന്ദ്രനും അമൃത എവിടെ? നീ എന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? അമൃതേച്ചിയെ കാണാനില്ലെന്നറിഞ്ഞ് ഞാൻ സുഖമില്ലെന്ന് അഭിനയിച്ച ലീവ് എടുത്ത് വന്നതാ. ചേച്ചി വിളിച്ചത് ഞാൻ പറഞ്ഞില്ലേ? അപ്പോഴേക്കും ഞാൻ പാതി വഴി പിന്നിട്ടിരുന്നു. വളരെ കഷ്ടപ്പെട്ട് അഭിനയിച്ച് ബലിപ്പിച്ചിട്ട് കിട്ടിയ ലീവായതുകൊണ്ട് ക്യാൻസൽ ചെയ്യണ്ടെന്ന് കരുതി. കർത്താവേ, മഹേന്ദ്രനും അമൃതയും വന്നു. ഇനി ആരതി ഒഴിയാ. അമൃതേച്ചി അഭിയേട്ടനെ ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ട് സിസിലി എടുത്ത് ഇവിടെ പോയി. അതെ അതെ, ഇങ്ങോട്ട് നോക്കിയേ. ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കാൻ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് വന്നല്ലോ. എന്തൊക്കെയാ നടന്നത് ഒന്ന് പറയോ? അതൊക്കെ അവിടെ നിൽക്കട്ടെ. ആദ്യം ട്രെയിനിങ് ക്യാമ്പിൽ പോയ നീ എങ്ങനെയാ ഇവിടെ തിരിച്ചു വന്നേന്ന് പറ. വരട്ടെ, എല്ലാ കാര്യങ്ങളും ഇനി അഖിലയുടെ മുന്നേ വെച്ച് പറഞ്ഞാ മതി. ഇല്ലെങ്കിൽ ഇനി ഒരിക്കൽ കൂടി റിപ്പീറ്റ് അടിക്കേണ്ടി വരും. സഹദേവ മാമനാണല്ലോ. എന്താ വരുന്നു? ഹലോ മാമ. അമൃതമോളെ, ഞാനൊരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. അതെ, നമ്മുടെ ആകാശിന്റെ അഖിലയുടെ പെണ്ണുകാൾ ചടങ്ങേ നാളെ തന്നെ നടത്തുമെന്ന് അമ്പയ്ക്ക് ഒരേ നിർബന്ധം. അല്ല, അതെന്താ മാമിക്ക് ഇത്ര ധൃതി? ഇതേ ചോദ്യം തന്നെ ഞാനും ആകാശമൊക്കെ ഇവളോട് തിരിച്ചും മറിച്ചും ചോദിച്ചതാ. എന്നിട്ടെന്താ, അഖില മോളെ എത്രയും പെട്ടെന്ന് തന്നെ എന്റെ മരുമോളായി കിട്ടണമെന്ന് അമ്പയ്ക്ക് ഒരേ വാശിയാ. അത് കൊള്ളാലോ. അല്ല, അംബിക മാമിക്ക് ഇതെന്ത് പറ്റി? അറിയില്ല, നാളെ തന്നെ ചടങ്ങ് നടത്തണമെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഇങ്ങെടുക്ക്, ഞാൻ തന്നെ അമൃതയോട് പറയാം. അമൃതമോളെ,
ഈ കല്യാണം വെച്ച് നീട്ടണ്ടെന്ന് എന്റെ മനസ്സ് പറയുക. നമ്മളൊരു കാര്യം തീരുമാനിച്ചാ അത് പെട്ടെന്ന് നടത്തണം. ആ മാമി ആ പറഞ്ഞത് ശരിയാ. അത് മാത്രമല്ല മോളെ, മനസ്സുകൊണ്ട് ഞാൻ അഖിലയെ മരുമോളായിട്ടല്ല, സ്വന്തം മോളായി തന്നെ സ്വീകരിച്ചു കഴിഞ്ഞു. ഈ പെണ്ണുകാണൽ ചടങ്ങെന്ന് പറയുന്നത് വെറൊരു ഫോർമാലിറ്റി മാത്രമല്ലേ മാമി? അത് നമുക്ക് എപ്പോ വേണേലും നടത്താം. അതിപ്പോ നാളെ നടത്തണമെങ്കിൽ നാളെ നടത്താം. ഞങ്ങൾക്കതില് ഒരു ബുദ്ധിമുട്ടുമില്ല. ശരി മോളെ, നല്ല കാര്യങ്ങൾ അങ്ങനെ നീട്ടി വെക്കണ്ടെന്നാ എന്റെ അഭിപ്രായം. ദേ, നാളെ ചടങ്ങ് നടത്തുന്നതിന് അവർക്കൊരു ബുദ്ധിമുട്ടുമില്ല. അതിനി നിങ്ങളായിട്ട് മാറ്റാതിരുന്നാ മതി. ആ മോളെ, അപ്പൊ ശരി. അല്ല, നാളെ എല്ലാം നേരിട്ട് കണ്ട് സംസാരിക്കാം. പിന്നെ രാഹുലെ നോക്കി ഞങ്ങളോട് ഇറങ്ങിക്കോളാം. ശരി മാമ. ആ പിന്നെ പെണ്ണുകാൾ ചടങ്ങാന്ന് വെച്ചേ കൂടെ ഒരുക്കങ്ങളൊന്നും വേണ്ട, എല്ലാം വളരെ ലളിതമായിട്ട് മതി. ശരി, അങ്ങനെ ആവട്ടെ. ആ ശരി മോളെ. എല്ലാം ഭംഗിയായിട്ട് നടന്നാ മതിയായിരുന്നു. ഈശ്വരൻ എല്ലാം ഭംഗിയായിട്ട് തന്നെ നടത്തും. നാളെ തന്നെ ആകാശമഹിലമായിട്ടുള്ള എല്ലാ പണക്കങ്ങളും തീരും. നീ നോക്കിക്കോ. കാര്യങ്ങളെല്ലാം ഭംഗിയായി തന്നെ നടക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ വെക്കാൻ പോകുന്ന ഡിമാൻഡുകൾ കേട്ട അമ്മാവനും മരുമക്കളും ഒന്നും ഞെട്ടരുത്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.